ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. എത്ര നാളായി കൈകൊണ്ടിങ്ങനെ വ്ളോഗ് എടുത്തിട്ട് കുറച്ച് നാളായി. ഇത്ര ദിവസമായിട്ട് ഇവിടെ കുറേ ദിവസമായിട്ട് നമ്മൾ തെമ്മലിലാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇടയ്ക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒറ്റ ദിവസം ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ടുള്ളൂ. പോയി ഡ്രസ്സും എടുത്തു. ഞാൻ ആ കത്ത ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചായിരുന്നു. അമ്പൂട്ടൻ്റെ ഈ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അമ്പൂട്ടനുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൊതുവാട്ടോ. വേണ്ട കവിളില് കണ്ടോ രണ്ടിടത്തും കൊതു അടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. അത് അമ്മച്ചിക്കും ഉണ്ട്, അമ്മച്ചിയുടെ കവിളിലുണ്ട് രണ്ടെണ്ണം. അപ്പോൾ അമ്മച്ചിയും മോനെയും കൊതുക് കടിയാണ്. നമ്മളവിടെ ആകുമ്പോൾ മറ്റേ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊതുക് അകത്ത് കയറത്തില്ല. ഇവിടെ ഫുള്ള് കണ്ട ഫ്രണ്ടിൽ ഫുള്ള് റബ്ബറും തോട്ടോ. അതുപോലെ നമ്മളിത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം കൊതുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. മറ്റേ ഗുഡ് നൈറ്റ് വല്ലതും വാങ്ങിച്ച് വെക്കാല്ലേ. കുറേ നാളായല്ലോ എല്ലാവരും കണ്ടിട്ട് അമ്പൂട്ടനെ. ഭയങ്കര തുള്ളിച്ചാടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം സംസാരിക്കുന്ന നേരത്തെ തന്നെ എടുത്ത് ചാടും. നമ്മളെടുക്കാൻ കൈ നീട്ടുമ്പോൾ ഇങ്ങനെ ഒരു പൊങ്ങലൊക്കെ കൊണ്ടുപോകും. അടുത്ത മാസം അമ്പൂട്ടൻ ചോറ് കൊടുക്കുമല്ലേ? ചോറ് കൊടുക്കണം. അപ്പം ഇപ്പോഴേ നുണഞ്ഞിറക്കിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എപ്പോഴും ചവയ്ക്കും. എനിക്കാണെങ്കിൽ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിങ്ങോ. ഇപ്പം ഈ ഒരു 10-15 അല്ലെങ്കിൽ ഒരു ഇത്രയും ദിവസമായിട്ട് ഒരു പരിപാടിയില്ല. ഈ രാവിലെ കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കും, പല്ലൊക്കെ തേക്കും. ഞാൻ ഇവിടെ അടുത്തൊരു ആറുണ്ട്, അപ്പോൾ ആറ്റിലൊക്കെ പോയി കുളിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ തിരിച്ചു വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. സംസാരിച്ച് ചെയ്തോട്ടെ, അവന് സംസാരിക്കണം. നിൻ്റെ റൊട്ടീൻ പറ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കും. പിന്നെ കുറച്ച് നേരം പിന്നെ യൂട്യൂബിൽ കാണാത്ത വീഡിയോകളൊന്നുമില്ല. എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ട് തീർത്ത് ഇങ്ങനെയൊക്കെ പോകുന്ന വല്ലാത്ത ശല്യമാണല്ലോ ഇത്. കുറച്ച് ദിവസം നിങ്ങൾ അമ്പൂട്ടനെ കാണാതിരുന്നപ്പോൾ അമ്പൂട്ടൻ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് കണ്ടോ. ഇവിടെ ഭയങ്കര അലപ്പാപ്പം. വെളിയിലൊക്കെ ഇരിക്കുക. ഞാൻ നിർത്തുവാ കേട്ടോ പരിപാടി കേട്ടോ. അച്ഛൻ നിർത്തുവാ. നിങ്ങളാക്കിയോ? കൊടുത്തേക്കാ പോണങ്ങ്. അപ്പോൾ അതാണ് നമ്മളിപ്പം. എന്നിട്ട് വൈകിട്ടൊക്കെ ആകുമ്പം ചുമ്മാ ഒരു ഡ്രൈവ്. ഇതൊരു മലയാണ്. ഈ മല ഇറങ്ങിയിട്ട് അടുത്തൊരു മല കയറി അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം അപ്പുറത്ത് ചായയൊക്കെ കുടിച്ച് ഒരു ചേച്ചിയുടെ കടയുണ്ട്, അവിടെ ഇപ്പോൾ ചായയും മുളക് ബജ്ജി അല്ലെങ്കിൽ വാഴക്കപ്പോ കഴിച്ചതിന് ശേഷം അത് പാഴ്സൽ വാങ്ങിച്ചോണ്ട് വീട്ടിൽ വരും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നേരെ പോവുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ആറ്റിൽ പോയി കുളിച്ചിട്ടൊക്കെ വരാം രാവിലത്തെ. ഇപ്പം എത്ര ദിവസമായിട്ട്? എല്ലാ ദിവസവും പോവില്ലേ? ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് പോകുന്നുണ്ട്. ബിച്ചുണ്ണനുണ്ടല്ലോ, ഇന്നും രാവിലെ 2 എണ്ണത്തിനെയും കാണത്തില്ല. എടി ഞാൻ ക്യാമറ നോക്കിയപ്പോഴാടി എൻ്റെ താടി ഒരുമാതിരി ഇപ്പോഴാണ് എടുത്ത വീഡിയോയിൽ നോക്കണം. കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് കുറച്ചാളായി തോന്നുന്നു നമ്മൾ. അതുപോലെ അമ്പൂടനെ മുടി കളിച്ച് കണ്ടോ അന്നത്തെ പൊടി ഇപ്പോഴത്തെ പൊടി നോക്കി. അന്ന് മൊട്ടയായിരുന്നു, മൊട്ട. ബൈ. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുമ്പോഴേ അയ്യോ ഇതാ സോപ്പൊക്കെ ഇരിക്കുന്നത്, ആരെങ്കിലും ഇറങ്ങി പോയ ആളില്ലെന്നേ ഉള്ളത് അല്ലേ. അതേ സോപ്പും ചകിരി ഇരിപ്പോടും ഇവിടെ, ആളെ കാണുന്നില്ല. ഇവിടെയാണ് നമ്മളുടെ കടവ് കേട്ടോ. കണ്ട നമ്മൾ ആ ഒരു ഇത് കണ്ടോ, ആ ഒരു പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കിടക്കുന്നുണ്ടോ ഗൈസ്. അപ്പം അവിടെ വരെ നമുക്ക് പോകാനുള്ള അനുവാദമുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ആഴം. അതുവരെ നമുക്ക് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഗ്രില്ല് വെച്ച് അടച്ചിട്ടിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇന്ന് കുളിക്കുക പോവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഭയങ്കര ആഴമാണ്. നമ്മളെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല കുഴിയുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. ഇല്ലേ അണ്ണാ? നല്ല ആഴമല്ലേ? ബിച്ചണ്ണ നമ്മൾ മരിപ്പിന് കഴിഞ്ഞ് വന്നതാണ്. പിന്നെ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ. നമ്മളെന്നും വരും കേസ് ഇവിടെ കുളിക്കാൻ. ഇന്ന് രാവിലെ ഡെയിലി റൊട്ടീന് ഇന്ന് രാവിലെ ആകുമ്പോൾ ഇവിടെ വരും, കുളിച്ചിട്ടാണ് ദ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇതിവിടെ ചെറിയ മീനുണ്ട് കേട്ടോ. ഫിഷ് പാ ഒക്കെ കിട്ടാൻ വേണ്ടി വേറെ ഒന്നിനും പോകണ്ട, കാലെടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. ഈ ഫിഷ് പാ കൊത്തുന്നുണ്ടോ വെരി ഗുഡ് രസം കേട്ടോ. ബോംബെ പോയാ മിസ് ചെയ്യല്ലോ 6 ഇല്ലേ? ബിച്ചണ്ണാണെങ്കിൽ ഭയങ്കര ഗ്രഹാതുരത്വമുള്ള ആളാ. അവിടെ ആകുമ്പം അവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ രാവിലെ പോവാ, ഓഫീസിൽ പോവാ, വരിക, അല്ലെങ്കിൽ
അതൊക്കെയല്ലേ ഉള്ളൂ. തണുപ്പുണ്ടല്ലേ? സെറ്റ്. വെള്ളം ഭയങ്കര തണുപ്പാ, നല്ല രസമാണ്. ഒരു നീന്തലും കൂടി ആകുമ്പോൾ രാവിലത്തെ ഒരു എക്സസൈസും ആയി, കുളിയുമായി, വൈബാട്ടോ. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം പോകുമ്പോൾ ഇനി ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് അവിടെ ആറില്ല. ഇങ്ങനെ ഒന്ന് കുളിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അതേപോലെ ഈ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാടും ആറൊക്കെ മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ ഗൈസ്. ഗൈസ്, നാച്ചുറൽ ഹെയർ ഡ്രയറിന്റെ ആവശ്യമൊന്നുമില്ല. ബൈക്ക് എടുക്കുക, മുടി എപ്പോഴും ഉടവ് കേട്ടോ. ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. കാപ്പിയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. സ്കൗട്ട് തൊട്ടടുത്താണ്, അതായത് എൻ്റെ മുതൽ എൻഗേജ്മെന്റിന്റെ ഒക്കെ ഷൂട്ട് നടന്ന ആ ഒരു സംഭവമാണ്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് നിന്നാണ് സത്യം പറഞ്ഞാൽ എൻഗേജ്മെന്റിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തത്. ആ വഴി കാണുന്നവർക്ക് അറിയായിരിക്കും. ഈ സ്കൂളിലാണ് മൃദുല പഠിച്ചത്. അണ്ണാ പഠിച്ചതാ ഇവിടാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റക്കൽ. ഇവിടെ പഠിച്ചവരല്ല? ഇവിടെ പഠിച്ചവരൊക്കെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഒറ്റക്കൽ. ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് കുഞ്ഞിന്റെ നൂലുകെട്ട് എല്ലാം നടന്ന റിസോർട്ട്. ഈ റിസോർട്ടിലാണ്. അപ്പം വിത്ത് പൊറോട്ട, ഒരപ്പം ഒരു പൊറോട്ട, മുട്ടക്കറി. പുള്ളിക്കറി പഞ്ചാരയില്ലേ? ഈവനിങ് ടൈമാണ് സുഹൃത്തുക്കളെ. ഈവനിങ് ടൈം അമ്പൂട്ടനായിട്ട് ഞാൻ പുറത്ത് പോയി നല്ല ഡ്രൈവൊക്കെ ചെയ്ത് പോകുന്ന വഴി കാട്ടുപന്നി ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയുടെ കൂടെ നിങ്ങൾ ഫുള്ള് ചുറ്റുകൂടെ കാടാണല്ലോ. കാട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ്. പിന്നെ വൈകിട്ട് ഇവിടെ നിൽക്കുമ്പം ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ അരിച്ചിറങ്ങും. ഗൈസ്, അപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് ഇന്ന് തന്നെ വരും കേട്ടോ. ഇത് കണ്ട ഒരുത്തന്നാണ്ട മുഖം സ്വന്തമായിട്ട് അള്ളി വെച്ചേക്കുന്നുണ്ട. കണ്ട എന്തോ അള്ളല അള്ളിന്നുണ്ട. നെറ്റിന്ന് താഴെ വരെ കുരുത്തൊക്കെ എടുക്കാനാ. ഇപ്പം അടുത്ത് വരുമ്പോൾ പിന്നെ ഇപ്പൊ എടുക്കാം. അവിടെ ഇരിക്കും. കണ്ടോ ഫ്രണ്ടിലോട്ട് വരുന്നു. എന്ത് ഇതിന്റെ മോന്ത ഇത് എന്തോ അള്ളി വെച്ചേക്കുന്നത് ചെറുക്കം. കണ്ട ഇത് കണ്ട ഇവിടെ കണ്ട കൊതുക് കടിച്ച് ഇവിടെ അള്ളി ആകെ മൊത്തം സീനാണ് ഇപ്പൊ. മാർക്കോ എന്തോടാ അള്ളി വെച്ചേക്കുന്നേ? എന്റെ മോന്റെ ആരള്ളിയടാ? പിന്നെ ഇപ്പൊ എടുക്ക അവിടെ ഇരി. കാലിട്ട് നോക്ക്. ഒരു ഉമ്മടാ. പഴം ഉച്ചക്കലത്തെ ലഞ്ചാ. അപ്പം പോവാട്ടൻ. അടൻ പോവാണേ. പോയിട്ട് വരാമേ. ടാറ്റാ. അച്ഛൻ്റെ മരണം അറിഞ്ഞ് വരുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എങ്ങനെയാണ് ഞാൻ ഇനി എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. വന്ന് ഇവിടെ റോഡ് പണി കിടക്കും. അപ്പോൾ റോഡിൽ മൊത്തം ഒരു സൈഡ് വണ്ടിയെ പോകത്തുള്ളൂ. അപ്പം ഇപ്പുറത്തെ സൈഡ് മൊത്തം കല്ല് ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പുറത്ത് വണ്ടി നിന്നപ്പോൾ എനിക്ക് ആ മാനസികാവസ്ഥയിലൊന്നും ചവിട്ടാനൊന്നും തോന്നിയില്ല. ഞാൻ അടുത്തെത്താറായി വീട്ടിൽ. ഞാൻ ആ കല്ലിൻ്റെ വണ്ടയിൽ കൂടെ ചവിട്ടി കുറച്ച് ഓടിച്ച്. അങ്ങനെ അടിയിലത്തെ കിറ്റ് മൊത്തം, അടിയിലൊരു കിറ്റുണ്ട് ഇതിൻ്റെ, നമ്മുടെ ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു കിറ്റ്. ഒരു സൈഡിലെ കിറ്റിൻ്റെ ഒരു 3 ലോക്ക് പൊട്ടിപ്പോയി. അപ്പം ഇളവി കിടക്കൂല, എന്നാലും അത് ലൂസാണ്. അപ്പോൾ നമുക്ക് വണ്ടി സർവീസിന് കയറ്റണം. അല്ലെങ്കിലും ഫ്രണ്ടിൽ ഇച്ചിരി സ്ക്രാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചെയ്ത് വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു ഒന്നുകൂടെ. ഇതിൻ്റെ ഇവിടെയൊക്കെ കാടൊക്കെ പിടിച്ച് കേട്ടോ. നോക്ക്, നമ്മളിവിടെ കുറച്ചുകൂടെ ഇല്ലാത്ത വേണ്ട ഈ ഏരിയയിൽ ഫുള്ള് കാടൊക്കെ പിടിച്ച് കുറേ പുതിയ ചെടികൾ. ഇത് നമ്മൾ മറ്റേ നാരകം വീഴുന്നതിൻ്റെ പിന്നെ നമ്മൾ നട്ടൊന്നും ഇല്ലായിരുന്നു.
അവിടെയൊക്കെ കുറേ വേറെ എന്തൊക്കെയോ ചെടികളൊക്കെ വളർന്നു വന്നു സുഹൃത്തുക്കളെ. ഈ നമ്മുടെ മുല്ല, തെറ്റി, ഇതും മുളയുടെ അടുത്തൊക്കെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്ത് ചെടി, ഇതൊക്കെ ഇതേ എന്താണെന്ന് അറിയാൻ പോയി കേട്ടോ. നമ്മുടെ പൂക്കളൊക്കെ പോയി, പൂക്കളൊന്നും ഇല്ല ഇപ്പം. മഴ പെയ്താൽ പിന്നെ ബൊഗെയിൻവില്ലയുടെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ. അപ്പോൾ നമ്മുടെ റോസയൊക്കെ ആകെ ശോകാവസ്ഥയിലാണല്ല. ഇനി എല്ലാം മുതല വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്തെടുക്കാനുള്ളത്. പിന്നെ നമ്മൾ CCTV നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം ഇന്നലെ വൈകിട്ട് തൊട്ട് അത് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു. ഞാൻ ഇങ്ങനെ വന്ന് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോൾ കിട്ടുന്നുണ്ട്. റെക്കോർഡിംഗ് ആണ്, പക്ഷെ നമ്മുടെ ഫോണിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി ഞാൻ പെട്ടെന്ന് ഞാൻ വന്നത്. ഉള്ള ചവറൊന്നും ഇല്ല കേട്ടോ, കാരണം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, പുതിയ ഇല വന്നല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ വലിയ ചവറൊന്നും ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഇവിടെ നിറഞ്ഞാനിപ്പോൾ നമ്മുടെ കരിയില കൊണ്ടിട്ട്. പിന്നെ അടുത്തോട്ട് കയറാം. അയ്യോ, ഇതിനകത്തൊരു എന്തോരം തണുപ്പ്. കൊറിയർ വന്നിരിക്കുന്നത് നോക്കിയേ, എന്തോരം കൊറിയർ വന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം അൺബോക്സ് ചെയ്യണം കേട്ടോ. അവളും കൂടി വന്നിട്ട് താഴത്തേക്ക് പോയി കുളിക്കണം. കുളിച്ചതിന് ശേഷം അടുക്കളയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി കളയാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അടുക്കളയിൽ സ്മെല്ലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അടിപൊളി. എല്ലാം കരിഞ്ഞു, ഇതെല്ലാം പോയിട്ടോ, ഇതെല്ലാം പോയി. മോൺസ്റ്റർ തകർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പം ചലഞ്ച്, നമ്മൾ ഈ ഇടയ്ക്ക് ഇന്നലെയൊക്കെ നമ്മൾ ചലഞ്ച് ഇട്ടായിരുന്നു, ഡ്രിങ്ക് ചലഞ്ച്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വീഡിയോ ആണെന്ന്. പക്ഷെ അത് ആൾക്കാർ അറിയാത്തതുകൊണ്ടാണോ എന്ന് തോന്നുന്നു കമൻറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അഡ്രസ്സ് ഒന്നുകൂടി ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ മുമ്പേ ഏതാണ്ട് 1 മാസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോസാണ് അതൊക്കെ ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ. ഹേ ഗൈസ്, പോയി നമ്മൾ അവിടുന്ന് നേരെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒറ്റ പിടിയിലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ രാത്രിയായിട്ടോ. നമ്മളിവിടെ കേട്ടോ മേലെ കിടക്കുന്നത്, ഇടയ്ക്ക് താഴെ കിടക്കും, മേളിലും കിടക്കും. ഇന്നിപ്പോൾ അമ്മയുടെ കൂടെ അമ്മയുടെ ചേച്ചിയുണ്ട്. ബിച്ചോണ്ണ എന്നും കാണും. സാധാരണ നമ്മളിവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാനും മൃദുല ഇവിടെ, കുഞ്ഞുവിടെ, നമ്മൾ 3 പേരും ഇവിടെ, അമ്മ അവിടെ, ബിച്ചോണ്ണ തറയിൽ കമ്പിളി വിരിച്ച് തറയിൽ. അങ്ങനെയാണ് നമ്മൾ കിടക്കണേ. അമ്പൂട്ടൻ വളർന്നോ ഗൈസ്? കുറെ നാളായില്ലേ കണ്ടിട്ട്? അമ്പൂട്ടിന് മുടിയായി. എന്തെങ്കിലും അമ്പൂട്ടിന് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നു. ആണല്ലേ, ഇച്ചിരി ഉണങ്ങിയല്ലേ? താഴെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അമ്മ വിളിക്കുന്നത്, ഞാൻ ക്ഷീണിച്ച് കുഞ്ഞിന് പാലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പാല് കഴിച്ച് തരാൻ എനിക്ക് വയ്യ. ഞാൻ ഇത്രയും ദിവസം ഈ വീട്ടിൽ നിൽക്കുന്ന ആദ്യമായിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിനെയൊക്കെ എന്നും കണ്ടുകൊണ്ട് കളിപ്പിക്കാനൊക്കെ. നമുക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തിരക്കായതുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ വന്ന് നിന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ മിസ് ചെയ്യുന്നു. ഇവിടെ കുഞ്ഞിനെ തൊട്ടുള്ള കാര്യങ്ങള്. അച്ഛൻ ബൈക്കുണ്ടല്ലോ, ഗ്ലാമർ ബൈക്ക് കൊണ്ട് സ്കൂളിൽ എന്നെ എപ്പോഴാ ഇതിന്റെ മണ്ടയിലെ വെച്ചേക്കത്തുള്ളൂ, ടാങ്കിന്റെ മണ്ട സ്കൂളിൽ കൊണ്ടാക്കുന്നത് എല്ലാം ഓരോന്നോരോന്ന് ഓർത്തോർത്ത് ഇല്ലാതാകുമ്പോഴേ അതിന്റെ വില മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നു. പിന്നെ ചിലപ്പോ വിചാരിക്കും അച്ഛൻ എവിടെയെങ്കിലും പോയേക്കുവാ, ഇച്ചിരി കഴിയുമ്പോ വരും. കാരണം അച്ഛൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ. ഒന്നീ തമ്മലയിലോ അവിടെ ഇവിടെ തമിഴ്നാട്ടിലോ ഒക്കെ പോവുമല്ലോ ജോലിയുടെ ആവശ്യത്തിനൊക്കെ. അങ്ങനെ വിചാരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉണ്ടായിരിക്കും ഉറപ്പായിട്ട്. ഇപ്പൊ തന്നെ അമ്മ ഇനി വീട് ഒറ്റയ്ക്ക് പാടായിരിക്കും. കാരണം അച്ഛൻ അറിഞ്ഞിട്ടില്ല. അല്ലെ, സുഖമരണമൊക്കെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് പറയുന്ന കേൾക്കാം. അച്ഛൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ ഉറങ്ങുമോ, അച്ഛൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം.